വിദേശികളും സ്വദേശികളുമായ ക്രൈസ്തവ മിഷണറിമാരാണ് കേരളത്തിൽ മതസൌഹാർദ്ദത്തിന്റെയും വിദ്യാഭ്യാസപരവുമായ സമഗ്ര സംസ്കാരം വാർത്തെടുത്തതെന്ന് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് അഭിപ്രായപ്പെട്ടു. 3 വർഷം നീണ്ടുനിന്ന വല്ലാർപാടം പള്ളിയുടെ മഹാജൂബിലി ആഘോഷങ്ങളുടെ ഔദ്യോഗിക സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മിഷണറിമാര് വിദേശ മിഷണറിമാരായാലും സ്വദേശികളായ മിഷണറിമാരായാലും ആണ് വാസ്തവത്തിൽ ഈ കേരളത്തിന്റെ ഇന്നത്തെ സാംസ്കാരിക വളർച്ചയ്ക്കും ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കും ഒക്കെ അടിത്തറ പാകിയതെന്നത് സത്യമാണ്. മലയാള ഭാഷ ഒന്നാംകിട ഭാഷയായി വളർന്നു വരാൻ ഇടയാക്കിയത് മിഷണറിമാരാണ്. ഭാഷയ്ക്ക് പ്രിന്റിംഗ് പ്രസ് ഉണ്ടാക്കിയത് മിഷണറിമാരാണ്. ആദ്യം കഥ പ്രസിദ്ധീകരിച്ചത് ക്രിസ്തീയ മിഷണറിമാരാണ്. ആദ്യത്തെ ഒന്നാംകിട ഇന്നത്തെയും വ്യാകരണ ഗ്രന്ഥം സൃഷ്ടിച്ചത് മിഷണറിമാരാണ്. ആദ്യത്തെ നിഘണ്ടു നിർമ്മിച്ചത് മിഷണറിയാണ്. അതുപോലെ ഓരോ മേഖല എടുത്താലും ആതുര സേവന മേഖല എടുത്താൽ അവിടെയും നാന്ദി കുറിച്ചതും വളർത്തിയതും ഇവിടെയുള്ള മനുഷ്യരെ സ്നേഹിച്ചതും സഹായിച്ചതും ഒക്കെ മിഷണറിമാരാണ്. വിദ്യാഭ്യാസ മേഖല, വിദ്യാഭ്യാസം പള്ളിക്ക് പള്ളിക്കൂടവും, പള്ളിയുണ്ടോ അവിടെ പള്ളിക്കൂടമുണ്ട്. അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതിക്കാർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും പള്ളിക്കൂടത്തിൽ പ്രവേശിക്കാൻ, സർക്കാർ പള്ളിക്കൂടത്തിൽ രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലുള്ള പള്ളിക്കൂടത്തിൽ പ്രവേശിക്കാൻ അവകാശമില്ലാതിരുന്ന കാലത്ത് എല്ലാ മതസ്ഥരെയും സ്വാഗതം ചെയ്ത് വിദ്യാഭ്യാസം നൽകിയ പാരമ്പര്യമാണ് സഭയ്ക്കുള്ളത്. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ ജൂബിലി സ്മരണികയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ ബസിലിക്ക റെക്ടർ ഫാദർ ജെറോം ചമണിക്കോടത്ത് അധ്യക്ഷത വഹിച്ചു. ആത്മീയ ഗാനശുശ്രൂഷ രംഗത്ത് പ്രശസ്തനായ ഫാദർ ബിബിൻ ജോർജ് കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ആന്റണി ഷൈൻ കാട്ടുപറമ്പിൽ, ഫാദർ സാവിയോ ആന്റണി തെക്കേപ്പാടത്ത്, മഹാജൂബിലി ജനറൽ കൺവീനർ പീറ്റർ കൊറയ, പാരിഷ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽസി ജോർജ്, കേന്ദ്രസമിതി ലീഡർ പി എൽ ജോയ്, സുവനീർ ചീഫ് എഡിറ്റർ UT പോൾ എന്നിവർ പ്രസംഗിച്ചു.